ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ജി എന്ന് പറഞ്ഞൊരു ലെറ്റർ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ അതിനൊന്ന് വലുതാക്കി ഷിഫ്റ്റും ഓൾട്ടും ഉപയോഗിച്ച് ഞാൻ അതിനെ നല്ലവണ്ണം വലുതാക്കി. അതിനുശേഷം നമുക്കൊരു കളർ ഇവിടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാം. കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി. ഓക്കെ, മൂവ് ചെയ്തിട്ട് ഒരു കോപ്പി ഇനഫാണ്, ഒരു കോപ്പി എടുത്തു വെച്ചു. അതിനുശേഷം നമുക്ക് ഷാഡോ എടുക്കാം. അപ്പോൾ ഷാഡോ എടുക്കുന്ന സമയത്ത് ഷാഡോയ്ക്കകത്ത് പല രീതിയിലുള്ള പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുള്ള പ്രീസെറ്റ്സ് ആണ് നോർമലി നമുക്ക് വരുന്നത്. ആദ്യമേ നമുക്ക് ഷാഡോ ഡ്രാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാഡോ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇത് എന്നിട്ട് നമുക്ക് ഈ പ്രീസെറ്റ് മാറ്റി കഴിഞ്ഞാൽ കണ്ടോ, ഫ്ലാറ്റ് ഫ്രം ടോപ്പ്, ഫ്ലാറ്റ് ടു റൈറ്റ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ട്വീക്കും ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്വീക്ക് ചെയ്യാം. അതുപോലെ ഫ്ലാറ്റ് ഫ്രം ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റൈറ്റിലാണെങ്കിൽ റൈറ്റിലാണ്. അപ്പോൾ ഈ ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത്, ഡ്രോപ്പ് ഷാഡോ. ഇത് ഇന്നർ ഷാഡോ. അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഷാഡോ ആദ്യം ഇതിൽ കൊടുക്കാം. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ ഏതാണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാം. മൂവ് ചെയ്യുക, പെർസ്പെക്റ്റീവ് ടു റൈറ്റ്. പെർസ്പെക്റ്റീവ് ആകുമ്പോൾ എല്ലാം അങ്ങ് പെർസ്പെക്റ്റീവിലോട്ട് പോകും. സ്മോൾ ഗ്ലോ, അതുപോലെ മീഡിയം ഗ്ലോ, അതുപോലെ ലാർജ് ഗ്ലോ. അതിനുശേഷം ഇന്നർ എഡ്ജ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താണ്, ആ ഒരു എഡ്ജിന് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും. മീൻസ് എന്താണ്, ആ ഒരു കട്ടി കിട്ടും ആ ഒരു എഡ്ജിന് കംപ്ലീറ്റ്. അപ്പോൾ ഒരു 3D ഫീൽ, നമുക്ക് ചെറിയൊരു 3D ഫീൽ, 100% 3D ഫീൽ അല്ല, എന്നാലും അത്യാവശ്യം ഒരു 3D ഫീൽ കിട്ടും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന അതല്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രീസെറ്റ് നമുക്ക് എടുക്കാം, ഫ്ലാറ്റ് ഫ്രം ലെഫ്റ്റ്. അതുപോലെ ഫ്ലാറ്റ് ഫ്രം റൈറ്റ് കുഴപ്പമില്ല. ഫ്ലാറ്റ് ഫ്രം റൈറ്റിൽ ഞാനിങ്ങനെ മൂവ് ചെയ്തു, സ്വല്പം കൂടെ ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷാഡോ എനിക്കിപ്പോൾ ഓക്കെയാണ്. വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് സ്വല്പം കൂടെ കൂട്ടുമ്പോൾ ആ ഒരു ഫീൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഷാഡോയ്ക്കകത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷാഡോസ് ഉണ്ട്. അപ്പോൾ ആ ഷാഡോസിൽ നമുക്ക് എന്തൊക്കെ വേണം അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷാഡോയുടെ പ്രോപ്പർട്ടി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഷാഡോ കൊടുത്തു. ഇതിപ്പോൾ എന്താണ്, നല്ലൊരു ഫീൽ വരുന്നുണ്ട് ഷാഡോയ്ക്ക്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ഷാഡോ അപ്പാർട്ട്. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷാഡോയെ മൂവ് ചെയ്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു ഷാഡോ ഇതിൻ്റെ കൂട്ടത്തിൽ വരണ്ട. അപ്പോൾ ഷാഡോ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ഷാഡോ അപ്പാർട്ട് കൊടുത്തിട്ട് ഷാഡോയെ മാത്രം നമുക്ക് സെപ്പറേറ്റ് മൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, ബ്രേക്ക് ഷാഡോ അപ്പാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഷാഡോ മാത്രം നമുക്ക് കിട്ടും. ഈ ഒരു ഷാഡോയെ മാത്രം ഞാൻ തൽക്കാലത്തേക്ക് മൂവ് ചെയ്ത് മാറ്റി വെച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, വീണ്ടും ഷാഡോ എടുക്കാം. ഷാഡോയ്ക്കകത്ത് ഈ പ്രാവശ്യം നമുക്ക് ഇന്നർ ബോട്ടം റൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നർ ബോട്ടം ലെഫ്റ്റോ അല്ലെങ്കിൽ ഇന്നർ ബോട്ടം റൈറ്റ്, ഇത് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ കൊടുക്കുക. അതിന് നിർബന്ധമില്ല, ഏതാണെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനെ സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് ഈ എഡ്ജ് സ്വല്പം ഒന്ന് വെച്ചു, എന്നിട്ട് അതിൻ്റെ അകത്ത് സ്വല്പം ഒന്ന് എഡ്ജ് കൂട്ടി. നല്ലവണ്ണം ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കാരണം ആ എഡ്ജിൽ ആ ഒരു ഫീൽ വരണം. ഓക്കെ, ഇത്രയും വെച്ചതിന് ശേഷം ഞാൻ ഈ ഒരു ജിയെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു വൈറ്റ് കൊടുക്കാം. ഓക്കെ, ആ വൈറ്റ് കൊടുത്തിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ജിയും ഏകദേശം ഒരു സിമിലർ സൈസിൽ വന്നാൽ നല്ലതായിരിക്കും. മൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ എൻവലപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിപ്പോകും എൻവലപ്പ്. അപ്പോൾ നമുക്ക് എൻവലപ്പിന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എൻവലപ്പിൻ്റെ അൺകൺസ്ട്രെയിൻഡ് ഉണ്ട്, സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, അതുപോലെ സിംഗിൾ ആർക്ക് ഉണ്ട്, അതുപോലെ ഡബിൾ ആർക്ക് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ മോഡ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സംഭവം സ്ട്രൈറ്റ് ലൈൻ മോഡ് തന്നെയാണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് അതിനെ കൊണ്ടുവരേണ്ടത് അവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടാമത്തും സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യേണ്ടി വരും, അത് കറക്റ്റ് അല്ല. സെലക്ട് ചെയ്യുന്ന ഏരിയക്കകത്തുള്ള ഒബ്ജക്ട്സിനെ മാത്രം നമ്മൾ പിടിച്ച് ഇങ്ങനെ സ്കെയിൽ ചെയ്തു ജസ്റ്റ് മൂവ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഇതിൽ നിന്ന് കൈ എടുക്കരുത്, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഏത് പൊസിഷനിൽ ഔട്ടാണ് വരേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് ഇതിനെ മൂവ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ.
വീണ്ടും സ്വല്പം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. അപ്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എവിടെ നിന്നാണ് ഇത് ഇന്റർസെക്ട് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷനിലും കൂടെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം വെറുതെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇതിനിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഇതൊരു ഓപ്പൺ ചെയ്തിരിക്കുന്ന, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരെണ്ണവും ഫോർഗ്രൗണ്ടിൽ ഒരെണ്ണം ഉള്ള ഒരു ഫീല് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഏത് പൊസിഷനിലോട്ടാണ് ഇത് ഡ്രാഗ് ചെയ്യുന്നത് ആ പൊസിഷൻ ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻ ആയിരിക്കും, മറിച്ച് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ തിരിച്ചുള്ള പൊസിഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ പൊസിഷൻ ഏതാണ് ആ ഒരു പൊസിഷനിലേക്ക്. ഇനി ഇത് മൊത്തമാണെങ്കിൽ മൊത്തത്തിലുള്ള 2 പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സും നമുക്ക് മൊത്തത്തിൽ പിടിച്ച് മൂവ് ചെയ്യാം. അപ്പം ഏതാണ് നമ്മുടെ പൊസിഷൻ ആ പൊസിഷന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് പോയിന്റ്സ് ഉണ്ട് കണ്ടല്ലോ. അപ്പോൾ ഈ പോയിന്റ്സിന് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ നോക്കാം. സെലക്ട് ചെയ്യുക, ഡിലീറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇല്ല. അപ്പോൾ അത് എന്താണ് ആക്ച്വലി ആ ഒരു പോയിന്റ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച് ഇതാണ് ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. സെലക്ട് ചെയ്യാൻ, ആഡ് ചെയ്യാൻ പറ്റുമോ, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാനും നമുക്ക് എന്താണ് റിമൂവ് ചെയ്യാനും ഇതിൻ്റെ അകത്ത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻ നോക്കാം. ക്രിയേറ്റ് എൻവലപ്പ് ഫ്രം, കോപ്പി എൻവലപ്പ് പ്രോപ്പർട്ടി, അതേപോലെ കൺവേർട്ട് ടു കർവ്സ്, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ന്യൂ എൻവലപ്പ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം അതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ അകത്ത് എഫക്റ്റിൻ്റെ അകത്ത് എൻവലപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരുമോ നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു, ഓൾട്ടും ഷിഫ്റ്റും ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റാം. ഹൊറിസോണ്ടൽ, നെക്സ്റ്റ് വൺ ഒറിജിനൽ, വെർട്ടിക്കൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താലും ഈ രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇത് വേണം ആ രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഇതൊന്നുമല്ല, നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ മൂവ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ അകത്ത് എന്തോ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഒരു ഫീലിലുള്ള ഈ ഒരു സംഭവം തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക, ഒന്നും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ആ എൻവലപ്പിനെ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്കിതിനെ മൂവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പെർസ്പെക്റ്റീവ് അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇത് തന്നെ കൊടുക്കുക, സ്ട്രെയിറ്റ് ലൈൻ മോഡ്. അതിനുശേഷം നമ്മൾ ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ എടുത്തു വെച്ചു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഈ പൊസിഷനിൽ എടുത്തു വെച്ചു, സ്വല്പം കൂടെ മൂവ് ചെയ്ത് വെച്ചു, പിന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് ലെവൽ ഓഫ് വ്യൂവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പെർസ്പെക്റ്റീവ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പോൾ ഒരു പെർസ്പെക്റ്റീവും കൂടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് രീതിയിലായിരിക്കും അത് ഇരിക്കുന്നത്. ഇപ്പോൾ മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഭാഗം കാണണമെങ്കിൽ മാത്രം നമ്മൾ പെർസ്പെക്റ്റീവ് ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ഈ ജിയെ എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട്, ജി മീൻസ് ജിയുടെ ഷാഡോ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്കൊരു ഷാഡോ ഫീൽ വന്നിട്ടുണ്ട്. അതേ ഷാഡോ തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. വെറുതെ വീണ്ടും ഒരു ഷാഡോ എടുക്കണം, Ctrl+C Ctrl+V. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഷാഡോ ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഇതിന് ടോപ്പിൽ കൊണ്ടുവരാം. ഷിഫ്റ്റ് പേജ് അപ്പ്, ഏറ്റവും ടോപ്പിൽ വന്നു. എനിക്ക് ഇനി ആ ജിയുടെ അപ്പുറത്ത് പോകണം, മീൻസ് വൈറ്റ് ജിയുടെ അപ്പുറത്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിലായി ആ ഒരു ഷാഡോ. ഇനി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഷാഡോ ഈ ഒരു ഇതിൻ്റെ ഇടയിലായിട്ടുണ്ട്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഈ ഒരു ഷാഡോ ഇതിൻ്റെ ഇടയിലായിട്ടുണ്ട്. ഷിഫ്റ്റ് പേജ് അപ്പ്, ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ട് എടുക്കാം. Ctrl+C Ctrl+V, മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജിക്ക് അതിൻ്റെ ഇടയിൽ ആ ഒരു ഷാഡോയുടെ ഫീലും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. ഈ ഒരു ജിയെ നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. കാരണം നമുക്കൊരു ഷാഡോ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു കർവ്സ് ആക്കുക, വീണ്ടും സെലക്ട് ചെയ്യുക. എക്സ്ട്രൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജിയെ മാത്രം നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷാഡോ ഉണ്ട്, ഷാഡോ മൂവ് ചെയ്ത് മാറ്റിയ ശേഷം ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് എക്സ്ട്രൂഡ് ചെയ്ത് നോക്കാം. വളരെ മൈന്യൂട്ടായിട്ട് എക്സ്ട്രൂഡ് ചെയ്യുള്ളൂ, വളരെ മൈന്യൂട്ടായിട്ട്. ഞാൻ സ്വല്പം കൂടെ ഒന്ന് കുറച്ചു. ആ ഒരു തിക്നെസ് വളരെ മൈന്യൂട്ടായിട്ടുള്ള തിക്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽ മാറിപ്പോവും. സെലക്ട് ചെയ്തു, ഞാനത് ജി എടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു തിക്നെസ്സും കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുക.
ഓക്കെ, മൂവ് ചെയ്യുക, സ്വല്പം കൂടെ മൂവ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സ്വല്പം കൂടെ കറക്കുക, മൂവ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സ്വല്പം കൂടെ മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഒരു ഷാഡോ നമുക്ക് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അപ്പോൾ ഷാഡോയ്ക്കകത്ത് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ വിൻഡോ എടുത്തു, വിൻഡോയ്ക്കകത്ത് ഡോക്കേഴ്സിൻ്റെ അകത്ത് ഒബ്ജക്ട്സ് എടുത്തിട്ട് നമ്മുടെ ഷാഡോ ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളെ കർവ് ഷാഡോ ആണ്. ഇത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഷാഡോ ഏതാണ്? ഇതാണ് നമ്മുടെ ഷാഡോ. ജി റെക്റ്റാങ്കിൾ എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഷാഡോ. അപ്പോൾ അതെവിടെ എഴുതേണ്ടത്? 2 ജിയുടെ മിഡിലിൽ. ഇനി ഡ്രാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, 2 ജിയുടെയും മിഡിലായിരിക്കും അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയക്കകത്തും നമുക്കൊരു ഷാഡോയുടെ ഫീല് വരും. ഇനി ഇതിൻ്റെ അകത്തൊരു ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അതിൽ കറക്റ്റ് ആ ജിയിൽ തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജിയെ മൂവ് ചെയ്ത് മാറ്റി വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോപ്പർട്ടീസ് അതിൻ്റെ അകത്ത് ആക്റ്റീവ് ആണോ നോക്കുക, അല്ല, സെലക്ട് ചെയ്യുക, ഷാഡോ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഈ ഷാഡോ അല്ല എനിക്ക് വേണ്ട, സാധാരണ നോർമൽ ടൈപ്പ് ഓഫ് ഷാഡോ ആണ്. ജസ്റ്റ് ആ ഒരു ഷാഡോയും കൂടെ അതിൽ വളരെ മൈന്യൂട്ടായിട്ട് മൂവ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക, ഈ ഒരു പൊസിഷനിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഷാഡോ ഉണ്ട്, ഇതിലും ഒരു ഷാഡോ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു ഷാഡോ വേണം. സോ സെലക്ട് ചെയ്യുക, ഇതാണ് നമ്മളെ കർവ്, ഡ്രാഗ് ഇതിൻ്റെ പുറകിൽ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തും കൂടെ നമുക്ക് ഒരു ഷാഡോ ഒന്നായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമുക്ക് എത്രത്തോളം ഇതിന് ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം ഇത് വലിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഇത് മൂവ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് തീരുമാനിക്കാം എത്രത്തോളം ഈ ഫീൽ വരണമെന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ തീരുമാനിക്കാം. പിന്നെ ഇതിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഷാഡോ പാർട്ട് ആ ഒരു ഷാഡോ പാർട്ട് എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻസി ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇൻറ്റൻസിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക, ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റ് പുറത്തേക്ക് വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. മീൻസ് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ അകത്ത് ട്രാൻസ്പാരൻസി ഉണ്ട്. ഈ ട്രാൻസ്പാരൻസി കണ്ടോ കുറച്ച് കൊടുക്കാം. മീൻസ് ഇവിടെ ട്രാൻസ്പാരൻസി സ്വല്പം കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ഷാഡോ ഒപ്പാസിറ്റിക്ക് ഇതാ ഈ ഒരു നമ്മുടെ ഗ്രിഡിൻ്റെ ഒരു ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. സ്വല്പം മൂവ് ചെയ്യാം. അതുപോലെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഷാഡോയുടെ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫെദറിങ്, ഗോസിൻ ബ്ലർ ആണെങ്കിൽ ഗോസിൻ ബ്ലർ, അങ്ങനെയുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ജസ്റ്റ് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഒരു ഷാഡോ, ഇതിൻ്റെ അകത്ത് ഇനി ഒരു ഷാഡോ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഷാഡോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഒരു ഷാഡോ ഉണ്ട്, ഒരു ഷാഡോയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, പ്രീസെറ്റ് ഉണ്ട്, ബോട്ടം ആണെങ്കിൽ ബോട്ടം, പെർസ്പെക്റ്റീവ് ആണെങ്കിൽ പെർസ്പെക്റ്റീവ്. ആ പെർസ്പെക്റ്റീവ് ആണോ അല്ലാതെ പെർസ്പെക്റ്റീവ് ബോട്ടം ഫ്രം ദ റൈറ്റ് ആണെങ്കിൽ അത് റൈറ്റ്. ഇനി മൂവ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷാഡോയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഡ്രാഗ് ചെയ്യുക, കറക്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് വെച്ച് കൊടുക്കുക. ഇൻറ്റൻസിറ്റി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇൻറ്റൻസിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടാം. ഈ ഷാഡോ നമുക്ക് ഏത് രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രേക്ക് ഷാഡോ പാർട്ട് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. നമുക്ക് ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഈ ഒരു ഷാഡോയും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്, മറിച്ച് ഈ ഒരു ഷാഡോയും നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുമായിട്ട് കറക്റ്റ് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്വല്പം മൂവ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്താൽ അത് ശരിയാവില്ല. ഇതിൻ്റെ അകത്ത് പിവട്ട് പോയിന്റ് ഉണ്ട്. പിവട്ട് പോയിന്റിനെ മൂവ് ചെയ്ത് ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാക്ട്ലി അവിടെ ആ ഒരു വെർട്ടക്സിൽ നിന്നുകൊണ്ട് മൂവ് ആവുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ കറക്റ്റ് വ്യക്തമായിട്ട് ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജിയുടെ അകത്തും ഒരു ഷാഡോ ഉണ്ട്. മീൻസ് ഫസ്റ്റ് ഷാഡോ ഇതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ പുറത്തൊരു ജി ഉണ്ട്. ആ ജിയെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ചിരിക്കുന്ന ജിയുടെ ഈ ഒരു ഏരിയക്കകത്തും ഒരു ഷാഡോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഒരു കളറ് ഒരു മങ്ങിയ കളറായിപ്പോൾ ഒരു സുഖമില്ല കളറ്. സോ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫീൽ വരും അതിന്. ഓക്കെ, അപ്പോൾ കളർ എടുക്കുമ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ബ്ലൂവിൻ്റെ ഏതെങ്കിലും ടിൻ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, കൈ എടുക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഏത് കളറാണ് വേണ്ടത് ജസ്റ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, കൈ എടുക്കുക. കൈ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. ആ കളർ ഏതാണ് ആ ഒരു കളർ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കൈ എടുക്കുക,
ഏതാണ് വേണ്ടത് ആ ഒരു കളർ ഇതിൻ്റെ അകത്തോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി എനിക്ക് ഇതിൻ്റെ അകത്താണ് ഒരു ഷാഡോ വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഷാഡോ അല്ല ഗ്രേഡിയൻ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ എടുക്കുന്നു. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് ഫിൽ ടൂളിന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഞാനൊന്ന് മൂവ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഈ ഒരു കളറിൻ്റെ അകത്ത് ഞാൻ അതിനെ വൈറ്റ് ആക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വൈറ്റ്. ഇതിൻ്റെ അകത്തെ കളർ സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ കളർ ഞാനൊരു ഡാർക്ക് ആക്കി. ഇനി ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ നല്ലവണ്ണം ഡാർക്ക് ആയിക്കോട്ടെ, ഒപ്പാസിറ്റി മാക്സിമം കൂട്ടുന്നു. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഏരിയക്കകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കുറച്ചും കൂടെ ഒപ്പാസിറ്റി കുറച്ച് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഗ്രേഡിയൻ്റ് കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ആയിരിക്കും. ഇവിടെ ഒപ്പാസിറ്റി നമുക്ക് സ്വല്പം പതുക്കെ ഒന്ന് ഫെദർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ സ്വല്പം കൂടെ നമുക്ക് മൂവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് മൂവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സ്വല്പം ഒന്ന് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫീലും കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അത് എത്രത്തോളം ലെവൽ ഓഫ് അഡ്ജസ്റ്റ് ചെയ്യണം അത്രത്തോളം ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.